മാന്യമായ ഒരു ഗിഫ്റ്റാണ്. അല്ലെങ്കിൽ നമ്മളെ ചാനൽ ഫോളോ ചെയ്യേ അല്ലെങ്കിൽ നമ്മള് ലൈക്ക് അടിക്കേ ഒന്നും വേണ്ട. മാനസികമായിട്ട് തോന്നിയ ഒരു സമ്മാനം കൊടുക്കുക, അത്ര തന്നെ. ഒരു കുഴപ്പമില്ലാത്ത സാധനം അർഹതപ്പെട്ട ആൾക്കാരെ കയ്യിലെത്തട്ടെ. അത് വൈറ്റ് ലൈൻ കാണുമ്പോൾ ഇതിന് ഭയങ്കര അറാവ എടുത്തോട്ട് വരും. പാസ് ചെയ്യുമ്പോ ഒച്ചുണ്ടാക്കും. അത് നല്ലതല്ലേ? ഓവർടേക്ക് ചെയ്തൊക്കെ 100 110 നമ്മളെ 100 110 150 അതിൽ കുറച്ച് വിടൂല, വിട്ട് സംഭവം റെഡി. പക്ഷെ ആ കണ്ടി സിസ്റ്റം എന്തായാലും ഇവിടെ എടുക്കുമ്പോൾ ചിലപ്പോൾ 12 കാണിക്കുള്ളൂ. ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ 19.3 19.5 കാണിച്ചു തരും. അത് കാണിച്ചിട്ട് എന്നിട്ട് എടുത്താൽ മതി. ഞാൻ മൈലേജ് പറഞ്ഞ ആളെ കുറച്ച് പറഞ്ഞ ആൾ ഈ വണ്ടി 19.5 കാണിച്ചു ബൈപ്പാസിലേക്ക് വന്ന് ഓടിച്ച് കാണിച്ചതാണ്. നമ്മൾ സബ്ബിന് കണക്ഷൻ കൊടുത്താൽ അതിന് കണക്ഷൻ കൊടുത്ത് ഇതിന് കണക്ഷൻ കൊടുത്ത് എല്ലാം ലൂപ്പ് ചെയ്ത് വെക്കും. എല്ലാ വയറും സാധാ ഇലക്ട്രീഷ്യൻ പരം എന്ത് ചെയ്യുക, ലൂപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വിടുക ചെയ്യുക. ഇത് ആളി കത്തി ആള് മരിച്ചു. അപ്പോൾ വണ്ടി മാറ്റേണ്ട സമയത്ത് മാറ്റുക. ചക്കക്കൂരും മാങ്ങി നിന്ന് ഇരുന്നിട്ട് കാര്യമില്ല. ചിലവാക്കി തന്നെ വേണം. മനസ്സിലായില്ലേ? അങ്ങാടി ഇരുന്ന് ചക്കി നിന്ന് മാങ്ങി നിന്ന് കട്ടൻ ചായയും കുടിച്ച് ബോണ്ടി നിന്നിട്ട് കാര്യമില്ല. പൈസ ചെലവാക്കണ ചെലവാക്കന്നെ വേണം. ഉറങ്ങുമ്പോ മരിച്ചോണ സമയം ചെലവായിക്കോളി പാരെ ആരായാലും എന്നോടൊക്കെ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജംഷീർ ഖാന്റെ ഒരു അഡാറ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ജംഷീർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് കാത്തു വെച്ചു. ചെറിയ കേസുള്ളൂ, വലുതൊന്നുമില്ല. ചെറിയൊരു സർപ്രൈസ്. ഒന്ന് സർപ്രൈസ് ആൾക്കാർ കാത്തുന്നോളല്ലോ, കേട്ടിട്ട് പോകണ്ടല്ലോ. മാന്യമായ ഒരു ഗിഫ്റ്റാണ്. അല്ലെങ്കിൽ നമ്മളെ ചാനൽ ഫോളോ ചെയ്യേ അല്ലെങ്കിൽ നമ്മള് ലൈക്ക് അടിക്കേ ഒന്നും വേണ്ട. മാനസികമായിട്ട് തോന്നിയ ഒരു സമ്മാനം കൊടുക്കുക, അത്ര തന്നെ. ഒരു കുഴപ്പമില്ലാത്ത സാധനം അർഹതപ്പെട്ട ആൾക്കാരെ കയ്യിലെത്തട്ടെ. ലോയൽ കാർസിലാണ് നമ്മളുള്ളത്. ലോയൽ കാർസിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ അരീക്കാടാണ്. മാങ്കാവ് കഴിഞ്ഞിട്ട്, അതായത് കോഴിക്കോട് ടൗണിൽ നിന്ന് വരുമ്പോൾ മാങ്കാവ് കഴിഞ്ഞിട്ട് മലപ്പുറം പോകുന്ന റൂട്ടിലെ അരീക്കാട് അല്ലേ? അതെ. കോഴിക്കോട് ടൗണിൽ നിന്ന് വരുന്ന സമയത്ത് കോഴിക്കോട് നാഷണൽ ഹൈവേ ആണ് ബസ് പോകുന്ന റൂട്ട്. തൃശ്ശൂർ പാലക്കാട് ട്രിവാൻഡ്രമുള്ള ബസ് പോകുന്ന റൂട്ടിലാണ് നല്ലളം സബ്സ്റ്റേഷൻ. ഏറ്റവും വലിയ മാർക്ക് സബ്സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ്. അതാണ് ലാൻഡ്മാർക്ക് വരുന്നത്. ലാൻഡ്മാർക്ക് പ്രത്യേകിച്ച് വില കുറച്ച് കൊടുക്കുന്ന ഷോപ്പുകൾ അതാണ് പേര്. വലിയ വിലകളില്ല, എന്തായാലും മാന്യമായ വില കൊടുക്കുന്നത്. നമ്മൾ ചെറിയ വാടക ഉള്ളൂ, ഒരു പ്രത്യേകിച്ച് മണിക്കാറൊന്നുമില്ല. ചെറിയ കുട്ടി സ്ഥാപനമാണ്, വളരെ ചെറിയ സ്ഥാപനം. അതുകൊണ്ട് വിലകളൊന്നും എൻ്റെ അഭിപ്രായത്തിൽ വലിയ വിലകളായിരിക്കില്ല, ഒരു മാന്യമായിട്ടുള്ള പ്രൈസ് ആയിരിക്കും. ബാക്കി നിങ്ങൾ തീരുമാനിക്കുക വില കുറവാണോ കൂടുതലാണോ എന്നുള്ളത്. എല്ലാ സ്റ്റോക്കും ഇല്ലേ? എല്ലായിട്ടുണ്ട്, ചെറുതുണ്ട് വലുതുണ്ട്, എല്ലാം കാണിക്കാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാം. വീഡിയോയിലോട്ട് നമ്മുടെ ആദ്യ വാഹനം ടൊയോട്ടയിൽ തന്നെ തുടങ്ങാം. ക്രിസ്റ്റയാണ്, ഇന്നോവ KL 11 കോഴിക്കോട് വണ്ടി അല്ല. 2017 മോഡലാണ്. സെഡ് ഓട്ടോമാറ്റിക് 1,17,000 കിലോമീറ്റർ ഓടിയാണ്. 17 മോഡൽ അല്ല, 2017 സെഡ് ഓട്ടോമാറ്റിക് 1,17,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഒറിജിനൽ കേരളയാണ്. ഇത് ഒരു റീപ്ലേസ് ഉള്ളൂ. ഒരു റീപ്ലേസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാത്രം, ബോണറ്റ് മാറിയിട്ടില്ല. മെയിൻ ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഹിസ്റ്ററിൽ ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. ഫുൾ ഹിസ്റ്ററി കമ്പനി കറക്റ്റ് റെക്കോർഡും ഉണ്ട്. PDF വേണം PDF കൊടുക്കുക, കമ്പനി പോകണം കമ്പനി പോവാം. PDF എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വണ്ടി ഹിസ്റ്ററി എടുത്ത് വെച്ചാൽ PDF ആയിട്ട്. മറ്റേ കാണിക്കുന്ന മുന്നേ PDF നോക്കി നമുക്ക് സെർച്ച് ചെയ്യാൻ വെച്ചിട്ടാണ് എടുത്ത് വെച്ചത്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉള്ളൂ. ടയർ കാര്യങ്ങളെല്ലാം ഗുഡാണ്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 17,300,000. 17,75,000 രൂപയ്ക്ക് 2017 മോഡൽ 1,17,000 കിലോമീറ്റർ ഓടിയ സെഡ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ കേരള വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. 17,300,000 കേരള വണ്ടിയാണ്. ഒരു 16 റേഞ്ചൊക്കെ ലോൺ കിട്ടും. 16 ലക്ഷം എന്തായാലും കിട്ടും ലോൺ. 16 ലക്ഷം വരെ ലോണുണ്ട്, മാക്സിമം കിട്ടും. വേറെ ഒരു പണിയില്ലല്ലോ? ഒരു പണിയില്ല, എല്ലാ ഭാഗം ഗുഡാണ്. ടയർ ഓൾമോസ്റ്റ് ടയറെല്ലാം പുത്തനാണ്. കോണ്ടിനൽ ടയർ 4 കോണ്ടിനൽ ടയർ ഉണ്ട്. ഇൻഷുറൻസ് ഉണ്ട്, സെക്കൻഡ് കീ ഉണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം സെറ്റാണ്. അടുത്ത വണ്ടി നല്ല അടിപൊളി ബ്ലാക്ക് വെന്യൂ. ഇതാ KL 13 കണ്ണൂർ വണ്ടിയാണ്. പുതിയ ഷേപ്പ് അല്ല ഇത്. 2023 മോഡൽ. 2023 മോഡൽ SX പെട്രോൾ. സെക്കൻഡ് വേരിയന്റ് ആണ്. സൺറൂഫ് എല്ലാം വരുന്ന മോഡലാണ്. പിന്നെ ഓട്ടോ ചാർജിങ്ങും കാര്യങ്ങളെല്ലാം വരും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്ന 2023 മോഡൽ. 2023 മോഡൽ 21,000 കിലോമീറ്റർ ഓടി. 20 സർവീസ് ചെയ്ത അണ്ടർ വാറണ്ടിയുള്ള വണ്ടിയാണ്. 26 വരെ കമ്പനി വാറണ്ടി ഉണ്ടാവും. 26 വരെ കമ്പനി വാറണ്ടി ഉള്ള സിംഗിൾ യൂസ് വണ്ടി. 21,000 കിലോമീറ്റർ. 21,000. ഈ വണ്ടിക്ക് ഇന്ന് പുതിയ വണ്ടി വാങ്ങുന്ന സമയത്ത് 13,90,000 രൂപയുടെ വണ്ടിയാണത്. 13,90,000 പുത്തൻ വണ്ടിക്ക് വില. നമ്മൾ ചോദിക്കുന്ന 9,50,000 രൂപയാണ്. 9.5 ലക്ഷത്തിന് 21,000 കിലോമീറ്റർ ഓടി ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. SX ആണ് ഓപ്ഷൻ വരുന്നത്. 2023 വണ്ടി അണ്ടർ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന പെട്രോൾ വെന്യൂ ആണ്, മാനുവൽ. 9 ലക്ഷം വരെ ലോണും കിട്ടും. 9 ലക്ഷം 50,000 രൂപയാണ് നിങ്ങൾക്ക് ഇറക്കാം. ഇതിന്റെ മൈലേജ് എത്ര? ഇതിന്റെ മൈലേജ് 13 to 15. നമ്മളെ നോർമൽ പെട്രോൾ വണ്ടി അത്രേ കിട്ടുള്ളൂ. 13 to 15. ഈ ലോക്കലിലൊക്കെ ഓടിക്കുന്ന സമയത്ത് 12 13, ഹെവി ലോങ്ങിലൊക്കെ 15 16 വരെ 1.2 ഇഞ്ചിനല്ലേ കിട്ടും. അടുത്ത വണ്ടിയിലോട്ട് ഹ്യുണ്ടായി തന്നെയാണ്. ക്രെറ്റ KL 44
KL44 എറണാകുളം സബ് രജിസ്ട്രേഷൻ ഓർമ്മ കിട്ടുന്നില്ല അല്ലേ? ഓർമ്മ അതിന്റെ മുകളിൽ പോയി കറക്റ്റ് കിട്ടും. കോതമംഗലാണോ? കോതമംഗലം. 43 മട്ടാഞ്ചേരി, 44 കോതമംഗലം. 2020 മോഡൽ S ആണ്. 20 S എന്ന് പറയുമ്പോൾ പിന്നെ പുഷ്പട സ്റ്റാർട്ട് നാവിഗേഷന് ഇത് പിന്നെ എക്സ്ട്രാ അതിൽ കൂടിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ അലോവിൽ ആഡ് ചെയ്തിട്ടുണ്ട് കമ്പനി തന്നെ. ടോപ്പിന്റെ അല്ല, ആ ടോപ്പിന്റെ അലോവിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പെട്രോൾ വേരിയന്റ് ആണ്. S+ ആണ്. 2020 S+ പെട്രോൾ വേരിയന്റ് വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ യൂസ് ആണ്. നോർമൽ ഓട്ടം. അതെ, യാതൊരുവിധ ക്ലെയിമോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും ഇല്ല. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് വെറും 9,90,000 രൂപയാണ്. 9,90,000 നിങ്ങൾക്ക് ഈ ഒരു 2020 മോഡൽ ക്രെറ്റ S+ കൊണ്ടുപോകാം. അതെ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ വണ്ടി വാങ്ങണമെങ്കിൽ ഒരു 19 ലക്ഷം രൂപ വരും S+ന്. അന്ന് ഈ സമയത്ത് ഈ വണ്ടി വാങ്ങണമെങ്കിൽ 17,20,000 രൂപ വണ്ടിയാണ്. അന്നത്തെ വില അല്ലേ? അതാണ് ഇപ്പോൾ 9,90,000 നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതെ, 9,90,000 രൂപ ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. യാതൊരു റീപ്ലേസും ഇല്ല. ഒന്നുമില്ല. ഫുൾ ഹിസ്റ്ററി ഉണ്ടോ? ഫുൾ കമ്പനി ഹിസ്റ്ററി 40 സർവീസ് ചെയ്തിട്ടുണ്ട്. സർവീസ് ഒന്നും പെൻഡിങ് ഇല്ല. ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ എടുക്കാൻ ഓടിക്കുക അത്രേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, വില കൂടുതൽ പറയാം. പക്ഷേ വില കൂടുതലല്ല ചോദിക്കുന്നത്. ഒരു വില കൂട്ടി ചോദിച്ചില്ല. ഇപ്പൊ 23 വെന്യൂ നേരത്തെ ചോദിച്ചത് 9 ലക്ഷം ചോദിച്ചുള്ളൂ. ആ സെയിം സാധനം 10 ചോദിക്കുന്നവരുണ്ട്, 10 ചോദിക്കുന്നു, 9 ചോദിച്ചുള്ളൂ. ഇനിയും കുറച്ച് കൊടുക്കും നമ്മള്. കുറച്ച് കൊടുക്കുകയും ചെയ്യും. ദയവേത് വില കൂടുതൽ കമന്റ് അടിക്കുമ്പോൾ 100 ആൾ നല്ല അടിക്കും, ഒരാൾ കയറ്റി വിട്ടാൽ മതി. നമ്മൾ ബോർഡ് പോകും. നമ്മളെ സത്യസന്ധമായ കാര്യം എന്താ വെച്ചാൽ ചില 10 ആൾ നല്ല ഇടുമ്പോൾ ഒരാൾ നൈറ്റി വിടുമ്പോൾ സംഭവം കേട്ടിക്കുന്നവനെ അത് നമ്മൾ സ്വയം അനുഭവിക്കണം. അപ്പോഴേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ ആരും രണ്ടാളുടെ പറഞ്ഞേ ഓരോരുത്തർ ഇഷ്ടാട്ടോ, അതൊക്കെ പേഴ്സണൽ ഞാൻ പറയാനില്ല. നമ്മൾ നല്ലതിനൊക്കെ കിട്ടി നിൽക്കുമ്പോൾ വെറുതെ ഒരാൾ എന്നിട്ട് വില കൂടുതൽ ഇട്ടാൽ അതിന്റെ ബാക്കിൽ 4 ആൾ വരും. ഓട്ടോമാറ്റിക്കുള്ള സംഗതിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇതാക്കി പറയില്ല. നമ്മൾ 100 നല്ല കേൾക്കുമ്പോൾ ആപ്പിനെസിനെ കാട്ടി ഒറ്റ ചീത്ത കേൾക്കുമ്പോൾ നമ്മൾ ആകെ ഡൗൺ ആവും. ഞാനെന്നല്ല, എല്ലാവരും അങ്ങനെ തന്നെ മനുഷ്യന്മാരല്ലേ. അടുത്ത XUV 500 മഹീന്ദ്ര KL64 ചാലക്കുടി രജിസ്ട്രേഷൻ വാഹനം. 2016 മോഡലാണ്. 2016 W10 ഓട്ടോമാറ്റിക്. അന്നത്തെ ടോപ്പല്ലേ? അന്ന് ടോപ്പുണ്ട്. 2016 ടോപ്പൻ്റെ ഉണ്ട്. 2017 ഇതന്നെ ടോപ്പുണ്ട്. 2018 വരുമ്പോൾ W11 വരുന്നത്. W11 വരുമ്പോൾ സീറ്റെല്ലാം മാറും. ഈ ഹെഡ്ലൈറ്റുള്ള കുറച്ച് വ്യത്യാസം. ടൈൽ ലാമ്പ് മാറുന്നുണ്ട്. അലോ വീൽസ് 18 ഇഞ്ച് അലോ വീൽസ് വരും. ഈ ഷേപ്പ് എത്ര വരെ വരുന്നുണ്ട്? ഈ ഷേപ്പ് 2015 ഓഗസ്റ്റ് മുതൽ 2018 6 മാസം വരെ ഷേപ്പാണ്. ഈ ഷേപ്പാണ് 2018 6 മാസം വരെ. 2015 ഓഗസ്റ്റ് മുതൽ 2018 3 വർഷത്തിന് മുകളിലായിട്ട് ഈ ഷേപ്പ് ഓടി. ഇതിലേറ്റവും ടോപ്പിന്റെ W10 ആണ് വരുന്നത്. W10 ഇത് 82,000 കിലോമീറ്റർ ഓടി. കമ്പനി സർവീസുള്ള വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. യാതൊരുവിധ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയേഴ്സ് എല്ലാം ഗുഡാണ്. ഇൻഷുറൻസ് വന്നിട്ട് 10 മാസം വരെ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് കീ, സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വില 10,40,000 രൂപയാണ്. 10,40,000 2016 വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. W10 ഓട്ടോമാറ്റിക്. 2016 ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് 22,50,000 രൂപ ഉള്ള വണ്ടിയാണ് 2016. ഈ വണ്ടി നമ്മൾ ചോദിക്കും 10,40 ഇനി മാന്യമായിട്ട് ഇനിയും കുറച്ച് കൊടുക്കുക. പ്രോപ്പർ സർവീസാ? ഇത് പ്രോപ്പർ സർവീസാണ്. ഫുൾ ഹിസ്റ്ററി കമ്പനിയിലുണ്ട്. ഒരു ക്ലെയിമും ഇല്ല. ഒരു സാധനവും മാറിയിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ പ്രായത്തിനുള്ള ഉദ്ദേശമാണ്. ഈ ഒരുപാട് കംപ്ലൈൻറ്റ്സുള്ള വണ്ടി. ഇപ്പോൾ ഒന്നാമത്തെ നല്ല മഴ, റോഡ് സൗകര്യം കൂടി. ഇപ്പോൾ ഞാൻ വരുന്ന സമയത്തൊക്കെ ചെറിയ വണ്ടികൾ 100-110 സ്പീഡിലാണ് പോകുന്നത്. എന്താ വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആക്സിഡൻറ്റ് കൊടുത്ത് ആർക്കും വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ ഈ കണ്ടീഷനില്ലാത്ത വണ്ടികളൊക്കെ ആൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ ജീവിതമാണ് നമ്മൾ സേഫ് ആക്കേണ്ടത്. ഈ ചെറിയ പൈസയ്ക്ക് വേണ്ടി കാറുകൾ മാറ്റേണ്ട സമയത്ത് കാറ് മാറ്റം വേണം. ഈ പിന്നെ പഴയ വണ്ടികൾ നല്ല കണ്ടീഷൻ കൊടുക്കുന്ന അൾട്ടോകൾ, ബാഗറുകളൊക്കെ ഉണ്ട്. അല്ലാത്ത വണ്ടികൾ ഒരുപാട് വണ്ടികൾ പല ബ്രാൻഡിലും. ഏത് വണ്ടിയായാലും ഓടിക്കേണ്ട കാര്യം. ഒന്ന് ഒരു ടയർ കണ്ടീഷൻ, 2 ബ്രേക്ക് കണ്ടീഷൻ. ഈ 2 സാധനം കറക്റ്റ് അല്ല. അതേപോലെ സസ്പെൻഷൻ ഇതൊക്കെ കറക്റ്റ് അല്ലാത്ത സമയത്ത് മാറ്റണം സമയം വന്നു കഴിഞ്ഞാൽ നമ്മൾ സമയം ഇല്ലാത്തതുകൊണ്ട് മാറ്റാൻ നിൽക്കണ്ട. മാറ്റാൻ സമയമായി മാറ്റുക, സേഫ് ആക്കുക. അത്രയും ആക്സിഡന്റുകൾ റോഡ് നടന്നുകൊണ്ടിരിക്കുക. നമ്മളെ കൊണ്ട് വേറൊരാളാ മരിക്കുക. അത് നമ്മളെ കൊണ്ട് വേറെ ആൾ മരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ഞാനിപ്പോൾ ഈ സംഗതി പറയാൻ തന്നെ കാര്യം ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് കൊടുക്കാൻ തന്നെ കാരണം ഞാനൊരു സാധനം ലൈവായി കണ്ടുകൊണ്ട് മാത്രമാണ് ഒരു കാര്യം. നാട്ടിലെ ആക്സിഡന്റ്. അപ്പോൾ ഈ ആക്സിഡന്റ് കൂടാൻ കാരണം നമ്മൾ ഒന്നാമത്തെ എല്ലാവരും വണ്ടി എടുത്ത് റോട്ടിൽ ഇറങ്ങാൻ തുടങ്ങി. ഓടിക്കാൻ അറിയുന്നവരും അറിയാത്തവരും പിന്നെ നോക്കണ്ട. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലോ ഓടിക്കാൻ. പക്ഷെ വണ്ടി ഫിറ്റ് അല്ലെങ്കിൽ വണ്ടി മാറ്റുക. അല്ലാണ്ട് അത് വെച്ച് ഇങ്ങനെ ഓടിച്ചിട്ട് നമുക്ക് ആർക്കും പറ്റണ്ട. ഒന്ന് കത്തിപ്പോകുന്ന കേസ്. മറ്റേ വയറിങ് എല്ലാം ലൂപ്പ് ചെയ്ത് ഒരു ലൈറ്റ് വർക്ക് ചെയ്യില്ല. നമ്മൾ സബ്ബിന് കണക്ഷൻ കൊടുത്താൽ ഇതിന് കണക്ഷൻ കൊടുത്ത് എല്ലാം ലൂപ്പ് ചെയ്ത് വെക്കും. എല്ലാ വയറും സാധാ ഇലക്ട്രീഷ്യന്മാർ എന്ത് ചെയ്യുക, ലൂപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വിടുക ചെയ്യുക. ഇത് ആൾ കത്തി ആൾ മരിച്ചു. അപ്പോൾ വണ്ടി മാറ്റേണ്ട സമയത്ത് മാറ്റുക. ചക്കക്കുരും മാങ്ങി തിന്നിരുന്നിട്ട് കാര്യമില്ല. ചിലവാക്കുക തന്നെ വേണം. മനസ്സിലായില്ലേ? അങ്ങാടി ഇരുന്ന് ചക്കി നിന്ന് മാങ്ങി നിന്ന് കട്ടൻ ചായം കുടിച്ച് ബോണ്ടി നിന്നിട്ട് കാര്യമില്ല. പൈസ ചെലവാക്കണ ചെലവാക്കന്നെ വേണം. ഉറങ്ങുമ്പോ മരിച്ചോണ സമയം ചെലവായിക്കോളി പാരെ ആരായാലും എന്നോടൊക്കെ പറഞ്ഞേ. അനാവശ്യമായിട്ട് ചെലവാക്കണ്ട, ആവശ്യത്തിന് ചെലവാക്കുക. നമ്മൾ ജീവിക്കാൻ മറന്നുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ പേരക്കുട്ടിക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. നമുക്ക് വേണ്ടി നമ്മൾ അത് ജീവിക്കുക. എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. അത് പഠിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ കറക്റ്റല്ലേ പറഞ്ഞത്.
അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കി പിടിച്ച് കൊത്തി പിടിച്ച് ഉറങ്ങാൻ മരിച്ചോണ്ട് പോകും. ഓക്കെ, ജീവിച്ചോളി പോരെ വേണമെങ്കിൽ. എല്ലാവർക്കും മാറി. അതല്ല, കുറെ ആള് മാറാത്തതുകൊണ്ട് എത്ര മാറാത്തുണ്ട്. മക്കള് എന്ന് വെച്ചാൽ എത്ര ആൾക്കാർ മക്കള്. എന്റെ കുട്ടി ഏത് കുട്ടി ഒരു ടൂറിൽ വന്ന് നോക്കട്ടെ, ഒരു കുട്ടി ഉണ്ടാവില്ല. അടുത്തത് MG ആണ്. MG ഹെക്ട്ര അല്ല പ്ലസോ? MG ഹെക്ടർ ആണ്, 5 സീറ്റർ ഷാർപ്പ്. 5 സീറ്റർ ടോപ്പ് എൻഡ് ആണ്. KL7 വണ്ടി. KL7 വണ്ടി, എറണാകുളം രജിസ്ട്രേഷൻ, ഡീസൽ മാനുവൽ, ഏറ്റവും ടോപ്പ് എൻഡ്, പ്രോപ്പർ സർവീസ് പോയ വണ്ടി. പക്ക സർവീസ്, ടയർ പോലും മാറ്റുന്ന കമ്പനി. അങ്ങനത്തെ ഉള്ള വണ്ടിയാണ്. എത്ര ഓട്ടം പോയി? 56,000 കിലോമീറ്റർ. 56,000 പോയിട്ടുള്ളൂ. 2027 വരെ കമ്പനി വാറണ്ടി. കമ്പനി വാറണ്ടി. ടയർ പോലും ഹിസ്റ്ററി എടുത്താലേ ഒരു ടയർ ചേഞ്ചിങ് വരെ കമ്പനി. അത്രയും വേണ്ടി നോക്കുന്ന ആളാണ് നമ്മുടെ സുഹൃത്ത് അഭിമൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ സുഹൃത്തിന് വണ്ടി. പിന്നെ ഡീസൽ മാനുവൽ ആണ്. ഇതിൽ അത്യാവശ്യം മൈലേജും കിട്ടും. ഈ വണ്ടിയുടെ പ്രത്യേകം എന്താ പറയുക, എല്ലാ MGയിലും കാണിക്കുക 14.5, 15.3. ഈ വണ്ടി ഇവിടുന്ന് 19.5 കാണിക്കുക. ഞങ്ങൾ വന്നാൽ കാണിച്ചതാണ്. ഇവിടെ എടുക്കുമ്പോൾ ചിലപ്പോൾ 12 കാണിക്കുള്ളൂ. ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ 19.3, 19.5 കാണിച്ചു തരും. അത് കാണിച്ചിട്ട് എന്നിട്ട് എടുത്താൽ മതി. ഞാൻ മൈലേജ് പറഞ്ഞ ആളെ കുറച്ച് പറഞ്ഞ ആള്. ഈ വണ്ടി 19.5 കാണിച്ച ബൈപ്പാസിലേക്ക് വന്ന് ഓടിച്ച് കാണിച്ചതാണ്. അമ്മാര് വണ്ടി. അങ്ങനെ സിംഗിൾ യൂസ്, സിംഗിൾ ഒരാൾ ഉപയോഗിച്ച വണ്ടി. ലോ കിലോമീറ്റർ. ഇപ്പോഴും ID വാല്യൂ 17 ലക്ഷം. 17 ലക്ഷം ID വാല്യൂ ഉണ്ട് ഇപ്പോഴും. പുതിയ ഇൻഷുറൻസ്. 2027 വാറണ്ടി. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നതല്ല, 15,40,000 രൂപയാണ്. 15,40,000 2022 മോഡൽ ഷാർപ്പ് ഡീസൽ മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകും. പ്രത്യേകിച്ച് യാതൊരുവിധ ക്ലെയിമും ചെയ്തിട്ടില്ല. പ്രോപ്പർ സർവീസ് പോയിട്ടുണ്ട്. ഒരു കംപ്ലൈൻസും ഇല്ല. വണ്ടി ഫുൾ പക്കയാണ്. പക്ക ഒന്നും പറയാം. ലോണ് വേണ്ട കസ്റ്റമർക്ക് ആണെങ്കിൽ ഒരു 14 ലക്ഷം വരെ കണ്ണും പൂട്ടി ലോൺ കിട്ടുമല്ലോ. അതെ. അടുത്ത വണ്ടി ഈ സൈഡ് മൊത്തം ഹെവി ഐറ്റംസ് ആണ്. അടുത്ത മഹീന്ദ്ര XUV 700 KL2 കൊല്ലം വണ്ടിയാണ്. ഇത് 2023 മോഡൽ 10ാം മാസമാണ്. 2023 ഒക്ടോബർ വണ്ടി. 700 AX7 ആണ്. ഇതിന്റെ മുകളിൽ ഒരു ഓപ്ഷൻ കൂടി. AX7 ലക്ഷറി എഡിഷൻ, ലക്ഷറി പാക്ക്. അതല്ല, അതിന് നേരെ താഴെ ലക്ഷറി പാക്കിന് ഏകദേശം 33 ലക്ഷം 34 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇത് 30 ലക്ഷം രൂപ വണ്ടിയാണ്. 23 മോഡൽ. 23 മോഡൽ 2028 വരെ വാറണ്ടി ഉണ്ട്. 5 വർഷം. ഡോക്ടർ ഓണറാണ്. 2028 വാറണ്ടി. പിന്നെ അതുമാതിരി അഡ്വാൻസ് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്യാണ്ട് തന്നെ പെട്ടെന്നുള്ള വണ്ടികളൊക്കെ പെട്ടെന്ന് ഓട്ടോമാറ്റിക് വണ്ടിയുടെ ബ്രേക്ക് ആവും. അത് അഡാസിന്റെ ഒരു മറ്റേ അഡാസ് വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ലക്ഷറി അഡാസ് വരുന്നത്. അഡാസിൽ തന്നെ വരുന്ന ഒരു ഫംഗ്ഷൻ ആണത്, ഇലക്ട്രോണിക് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ലൈൻ അപ്പ് ഉണ്ടല്ലോ, ഈ വൈറ്റ് ലൈൻ നമ്മൾ നടുക്കുള്ള ക്രോസ് ചെയ്തില്ലേ, ആ ലൈനിന് കട്ട് ചെയ്യുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക് ഇങ്ങനെ തന്നെ വരും. അപ്പൊ ഓവർടേക്ക് ചെയ്യാൻ പറ്റൂലേ? ഓവർടേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ല, അങ്ങനെ തന്നെ ഓവർടേക്ക് ചെയ്യാം. പക്ഷെ ഇത് അങ്ങോട്ട് ഓടിക്കുന്ന സമയത്ത് വാണിംഗ് സൗണ്ട് വരും. വാണിംഗ് സൗണ്ട് വന്നിട്ട് അടുത്ത ഭാഗത്ത് ഇങ്ങനെ വണ്ടി ഇങ്ങനെ തന്നെ പോകും. നമ്മൾ കവർ ചെയ്ത് ധരിക്കുക. നമ്മൾ വലത്തോട്ട് ഓടിച്ചിരിക്കുക. ഫസ്റ്റ് എടുത്ത വഴിക്ക് ഇത് കംപ്ലൈന്റ് അടിച്ചാൽ നമ്മൾ ബാംഗ്ലൂർ ട്രിപ്പ് പോയിന്, ഷോപ്പിൽ നിന്ന് ട്രിപ്പ് പോയിന് കഴിഞ്ഞ മാസം. അപ്പോഴത് മനസ്സിലായത്. ഹൈവേയിൽ ഓടിച്ചപ്പോൾ അത് വൈറ്റ് ലൈൻ കാണുമ്പോൾ ഇതിന് ഭയങ്കര അറാവാ കേട്ട് എടുത്തോട്ട് വരും. പാസ് ചെയ്യുമ്പോൾ ഒച്ചുണ്ടാക്കും. അത് നല്ലതല്ലേ? ഓവർടേക്ക് ചെയ്തൊക്കെ 100, 110 നമ്മളൊക്കെ 100, 110, 150 അതിൽ കുറച്ച് വിടൂല. വിട്ട് സംഭവം റെഡി. പക്ഷെ ആ കണ്ടി സിസ്റ്റം എന്തായാലും. പക്ഷെ ഒരു ക്രിസ്റ്റ വാങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും കിട്ടൂല. പക്ഷെ ക്രിസ്റ്റന്റെ ഇഞ്ചിനും കിട്ടൂല. അതുകൊണ്ട് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന 24 ലക്ഷം രൂപ ചോദിക്കുന്നത്. 24 ലക്ഷത്തിന് 2023, 28 വരെ. 28 വരെ ഒരു പൈസ ചെലവാക്കണ്ട. ഓയിലിന്റെ പൈസ മാത്രം കൊടുത്താൽ മതി. ബാക്കി എല്ലാ സാധനവും ഫ്രീ കമ്പനി. എത്ര ഓട്ടം പറഞ്ഞത്? 40,000. 2023 10ാം മാസം വണ്ടി. അപ്പൊ 1 വർഷം 2 വർഷം ആകുമ്പോൾ പോണു. 10 ലക്ഷം രൂപ മാറ്റം. 2 വർഷം ആയിട്ടില്ല. 10 ലക്ഷം രൂപ വ്യത്യാസം ഇല്ല. 6 ലക്ഷം വ്യത്യാസമുണ്ട്. 6-7 ലക്ഷത്തിന്റെ വ്യത്യാസം. പിന്നെ നമുക്ക് എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തി കൊടുക്കാം. പിന്നെ വണ്ടി ഒന്നും നോക്കാല്ലേ, വണ്ടി ഫുൾ പക്കയാണ്. എന്തൊക്കെ ഫീച്ചേഴ്സ് വേണ്ട എല്ലാ സാധനവും ഉണ്ട് ഇതിനകത്ത്. വേണ്ട മാതിരിയാ, ഹോൾസെയിലും റീറ്റെയിലും. അടുത്തത് ടെറാനോ KL26 രജിസ്ട്രേഷൻ വാഹനം. ടെറാനോ 2015 മോഡൽ 110 ഫുൾ ഓപ്ഷൻ. പിന്നെ അടൂർ രജിസ്ട്രേഷൻ ആണ്. 65,000 കിലോമീറ്റർ ഓടിയ വണ്ടി. യാതൊരു റീപ്ലേസോ കാര്യങ്ങളോ ഇല്ല. അത്യാവശ്യം ഒരു 90% വണ്ടി ക്വാളിറ്റിയാണ്. 90 അല്ല 100 തന്നെ പറയാം. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 490 ആണ്. 490 2015 ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഓക്കെ. 110 ആണ്. ഓടിക്കാനുള്ള സുഖം കൂടും, മെയിൻ്റെനൻസ്. പിന്നെ മൈലേജ് ഒരു 13 - 15 കിട്ടുള്ളൂ. അത്രേ കിട്ടുള്ളൂ. പിന്നെന്താ വെച്ചാൽ ലോൺ വേണ്ട പാർട്ടിക്കാണ് ഒരു 4 ലക്ഷം വരെ ലോൺ കിട്ടില്ല. പിന്നെ വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട്. ചെറിയ ബഡ്ജറ്റ് നല്ലൊരു കാർ. വില നമുക്ക് പൊടിച്ചു കൊടുക്കാം. അതൊക്കെ എപ്പോഴും പൊടിച്ചു കൊടുക്കണം. ഹോൾസെയിൽ വില അല്ലടാ. ആയിക്കോട്ടെ. ഇതെന്താ പിടിക്കാനുള്ളത്? നമ്മൾ കുട്ടാ മുതലാളിയല്ലോ. ആയിക്കോട്ടെ. ആ മുതലാളിയല്ലടാ. അടുത്തത് ഒരു ബ്ലാക്ക് റെഡ് ആണ്. KL2 വണ്ടി കൊല്ലമാണ്. നമ്മളെ മലബാർ ഏരിയയിൽ കൂടുതൽ കൊല്ലം തിരുവനന്തപുരം വാഹനങ്ങളാണ്. മലബാർ ഏരിയയിൽ കൂടുതൽ പർച്ചേസും കൊല്ലം ട്രോണ്ടറാണ്. അവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. കൊല്ലം ട്രോണ്ടർ വണ്ടിയിൽ നന്നാവും വണ്ടി. പ്രത്യേകിച്ച് വണ്ടി നല്ലോണം നോക്കും. ഈ മലബാറിനെ അപേക്ഷിച്ച് നമ്മൾ
കണ്ണൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ബേസ് ചെയ്ത് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി പ്രോപ്പർ സർവീസ് ഉണ്ടാവില്ല. എളുപ്പം നോക്കിയിട്ട് കാത്തിക്കാൻ തീരെ സൗകര്യമുള്ള നമ്മൾ മലബാറാര് വിചാരിച്ച അപ്പം കിട്ടണം. മറ്റൊരങ്ങനല്ല, ഒരു കുറച്ച് കാത്തിക്കാനൊക്കെ സൗകര്യമുള്ള ആൾക്കാരാണ്. പക്ഷെ എല്ലാവരും കാത്തിക്കാനുള്ളത് ഒരു കാത്തിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും കൂടി ഒരുക്കുള്ളൂ. ഇപ്പൊ കാസർഗോഡ് കർണാടകനാണ്, വയനാട് കർണാടകനാണ്, പാലക്കാട് തമിഴ്നാടിനാണ്. നമ്മളെ അവസ്ഥയാണ്. അതുകൊണ്ട് ഇത് ഓരോതാകുമ്പോൾ പ്രോപ്പർ സർവീസ് ആയിരിക്കും. സർവീസ് പ്രോപ്പർ മാറും, ടയർ പ്രോപ്പർ മാറും. നമ്മുടെ ആൾക്കാർ ടയർ പുതിയ ഇട്ടത്താവും, സെക്കൻഡ് വാങ്ങിയാലോ എന്നൊക്കെ ആലോചിക്കും. ചോരാന്നല്ല കറക്റ്റ് ചെയ്യും. അവരെ ഗുണം കേട്ടോ, ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഗുണം ഞാൻ പറഞ്ഞു. ഇപ്പൊ 2020 മോഡൽ കറക്റ്റ് ഏറ്റവും ടോപ്പിന്റെ SX ഓപ്ഷൻ ഡീസൽ 1.5 1,12,000 കിലോമീറ്റർ വണ്ടി ഫുള്ള് കമ്പനി സർവീസാണ്. മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 14 ലക്ഷം റുപ്യാണ്. ഡീസൽ മാനുവൽ, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, 2020 മോഡൽ. അതെ, വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ, വേറെ മേജർ ക്ലെയിമുകളൊന്നുമില്ല. നമുക്കൊരു 13 ലക്ഷം വരെ ലോൺ കിട്ടും. ഒരു 14 ലക്ഷം രൂപ വണ്ടി കൊടുക്കാൻ പറ്റും നമുക്ക്. 20 ഡീസൽ ഓട്ടോമാറ്റിക് പനോറമിക് സൺറൂഫ് ഇരുന്ന കേട്ടോ, ഒരിക്കലും വില കേട്ടോ. 50,000 രൂപ നിങ്ങൾക്ക് ഇറക്കാനും പറ്റും. ഫ്രണ്ട് ഡാഷ് ക്യാമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാം വേണ്ടി മതി, എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് സർവീസ് പ്രോപ്പർ അല്ലേ? ഫുള്ള് കറക്റ്റ് സർവീസാണ്. 1.11 സർവീസ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് മേജർ ആയിട്ട് ഒന്നുമില്ല. ഗ്ലാസ് മാറിൽ പോകണ്ട, ചെറിയ ചെറിയ റീപ്ലേസ് ബമ്പർ അങ്ങനത്തെ ഉണ്ട്. മേജർ ഒന്നുമില്ല. ടയർ ഗുഡ് ആണ്. ഇൻഷുറൻസ് സമയമുണ്ട്, സെക്കൻഡ് കീ ഉണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്. പിന്നെ എല്ലാ സാധനവും ഉണ്ടെന്ന് പോളിഷ് ചെയ്യാണ്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് പോളിഷ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. സെൽട്ടോസ് ആണ് ഏറ്റവും ടോപ്പിന്റെ വാഹനം. ഇതും GT ലൈനാണ്. അതേപോലെ തന്നെ ക്രെട്ടയെക്കൊണ്ട് പറഞ്ഞ മാതിരി തന്നെ 2020 മോഡൽ ഏറ്റവും ടോപ്പ് GT ലൈനാണ്. 68,000 കിലോമീറ്റർ ഓടി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. അതും പറഞ്ഞപ്പോൾ ടയർ എല്ലാം ഗുഡാണ്. 65 ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. ഇതും പറഞ്ഞ പോലെ മേജർ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇൻഷുറൻസ് ഓൾറെഡി തീർന്നു നടക്കുകയാണ്. അത് ഞങ്ങൾ പുതിയ എടുത്തിരും. ഇതിന്റെ വില 15 ലക്ഷം രൂപയാണ്. 15 ലക്ഷമാണ്. ഡീസൽ ഓട്ടോമാറ്റിക് GT ലൈൻ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ് 2020. ഓക്കെ, ഇത് നല്ലൊരു ഫാൻസി നമ്പറാണ്. 59 69 79. അതേപോലെ സെൽട്ടോസ് 3 വണ്ടിയുടെ 3 വണ്ടി ഫാൻസി നമ്പറാണ്. എല്ലാം ഡീസലാണ്. ഡീസലാണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും അല്ലേ? ഇത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഒരു 15 കിലോമീറ്റർ മൈലേജ് കിട്ടും. 15 കിട്ടുന്നുള്ളൂ. ഓട്ടോമാറ്റിക് 15 കിട്ടുള്ളൂ. ഓക്കെ, അല്ല പെട്രോൾ മാനുവൽ തന്നെ 16 ഒക്കെ പറഞ്ഞു. പെട്രോൾ മാനുവൽ ചില വണ്ടിയൊക്കെ ലോക്കലിൽ 12 ഹെവി ലോങ്ങിൽ 15 16 കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ലോക്കലിലെ മൈലേജ് പറഞ്ഞു. ആരെ ഹെവി എപ്പോഴെങ്കിലും ഹെവി പോകുന്നുള്ളൂ. ലോക്കലിൽ 15 കിട്ടും. 14 15 13 to 15 എന്തായാലും ലോക്കലിൽ കിട്ടും. ലോങ്ങിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ 17 18 കിട്ടും. അതൊക്കെ അങ്ങനത്തെ റോഡായിരിക്കും. എല്ലാത്തൊക്കെ ഇങ്ങനെ കിട്ടുള്ളൂ. നമുക്കിപ്പോൾ റോഡ് മാറിയല്ലോ. റോഡ് മാറിയിട്ട് റോഡ് മുഴുവൻ ഇല്ലല്ലോ നമുക്ക്. ചിത്രത്തിലെ റോഡുള്ളൂ. റോഡ് കാണുന്നില്ല. അണ്ട് പോകുമ്പോൾ കൂരിയാട് റോഡില്ല. കൂരിയാട് മാത്രമല്ല, ഞാൻ കൂരിയാട് മെന്നാന്ന് പോകുമ്പോൾ കൂരിയാട് കട്ട് ചെയ്ത് ചെമ്മാട് വഴി കയറിയാണ്. ചെമ്മാട് വഴി കയറിയ കുറ്റിപ്പുറത്ത് ഓൾറെഡി ഈ പത്രത്തിൽ ഈ നോട്ടീസിങ് വരുന്ന മുന്നേ പൊളിഞ്ഞു. കുറ്റിപ്പുറത്ത് ഇത് പത്രത്തിൽ വന്നില്ലെന്നുള്ളൂ. അതിന് മുന്നേ തന്നെ കുറ്റിപ്പുറം ഓൾറെഡി പൊളിച്ചിട്ടൊരു സൈഡ്. അത് കഴിഞ്ഞാൽ കുറ്റിപ്പുറത്ത് ലെഫ്റ്റ് തൃശ്ശൂർ കട്ട് ചെയ്യാണ്ട് ഞാൻ അറിയാണ്ട് പൊലച്ചക്കാണ് 4 മണിക്ക് പോയത്. നേരെ വിട്ടൊന്ന് പോലെ പൊന്നാര മക്കളെ, പൊന്നാനി കഴിഞ്ഞാൽ വണ്ടി നീങ്ങൂല. ചാവക്കാടൊക്കെ വണ്ടിയുടെ പമ്പരം കറങ്ങുക. ഏത് കുയിലൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കലാക്കി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറണം. ദയവേത് പോകുന്ന ആൾക്കാർ കുറ്റിപ്പുറത്ത് നിന്ന് ലെഫ്റ്റ് തൃശ്ശൂർ കട്ട് ചെയ്ത് പോലാണ്. നേരെ പോയാൽ പെട്ട്. ഞാൻ എൻ്റെ മോൻ്റെ ഒരു കളി ഉണ്ട്. 7 മണിക്ക് തന്നെ ഞാൻ 8:15 എത്തി. അത്ര റോഡ് മോശം. റോഡ് ഫുള്ള് പണി കഴിഞ്ഞാൽ സെറ്റാണ്. പക്ഷെ ഫുള്ള് പണി കഴിഞ്ഞാൽ ടൈം എടുക്കും. 2026 തീരൂല. നമ്മുടെ കാലാവസ്ഥ വെച്ചിട്ട് പെട്ടെന്ന് കാലാവസ്ഥ അല്ലേ. അപ്പൊ ഇതിന്റെ ഫുള്ള് ഡീറ്റെയിൽ പറഞ്ഞല്ലോ. 15 രൂപ ചോദിക്കുന്നുണ്ട്. ഒരു 14 ലക്ഷം വരെ ലോൺ കിട്ടും. അടുത്ത സെൽട്ടോസ് KL 3 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത് നേരത്തെ കാണിച്ച് 2020 എംബ്ലം റൗണ്ട് എംബ്ലം വരിക. അതെ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ന്യൂ ഷേപ്പ് എംബ്ലം 2022 മോഡൽ. ഇതും ഫാൻസി നമ്പറാണ്. 3020 KL3 3020 ഫാൻസി നമ്പർ 2022. ഇത് HTX പ്ലസ് ആണ്. HTX പ്ലസ് എന്ന് പറഞ്ഞാൽ ഇന്ന് വാങ്ങാണ് 22,75,000 രൂപയുടെ വണ്ടിയാണ്. 22,75,000 രൂപയാണ് ഇന്ന് വാങ്ങണ വില. ഈ വണ്ടിയുടെ സമയത്ത് 20,60,000 രൂപയുടെ വണ്ടിയാണ് HTX പ്ലസ്. ഇതിന് പ്രത്യേകത വെച്ചാൽ സൺറൂഫും വരും, സീറ്റ് വെന്റിലേഷനും വരും. ബാക്കിയെല്ലാം സെയിം തന്നെ. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങൾ മറ്റേ വരുന്ന പോലെ തന്നെ ഇതിനും വരും. ഇത് സൺറൂഫിൽ GT ലൈനിൽ വരുന്ന പോലത്തെ സീറ്റ് വെന്റിലേഷൻ വരും. പക്ഷേ ഗ്രില്ലിൽ മാത്രം GT എംബ്ലോ മറ്റുള്ള കാര്യങ്ങളോ സീറ്റ് വെന്റിലേഷൻ വരുള്ളൂ. സീറ്റ് വെന്റിലേഷൻ HTX പ്ലസ് ആണത്. സീറ്റ് വെന്റിലേഷൻ വരും. അപ്പോൾ GT ലൈനായിട്ട് എന്താ മാറ്റം? അലോവിയിൽ ഇതിന് വരുന്നത് ബ്ലാക്ക് ആയിരിക്കും. മറ്റൊരു ഡിസൈൻ ചെയ്ത് അലോവിയിലായിരിക്കും. ഗ്രില്ല് വരുന്നത് അതിന് റെഡ് ഉള്ള ഗ്രില്ലാ വരിക. പിന്നെ അതേപോലെ സീറ്റ് വരുന്ന GT ലൈൻ സീറ്റ് ഇങ്ങനെ ആയിരിക്കില്ല. ബ്ലാക്ക് വണ്ടിക്ക് വൈറ്റ് സീറ്റും വൈറ്റ് വണ്ടിക്ക് ബ്ലാക്ക് സീറ്റാണ് വരിക. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ GT ലൈൻ ഉണ്ട്. ഇത് സീറ്റ് വെന്റിലേഷൻ വരും, സൺറൂഫ് വരും, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. 30,000 കിലോമീറ്റർ ഓടിയ
2022 മോഡൽ ഡീസൽ മാനുവൽ. അതെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിക്ക് 22.25 വണ്ടിയാണ് ഇന്ന് വില. അന്ന് 20 വില. നമ്മൾ ചോദിക്കുന്നത് 15.75. 15.25 കൊണ്ടുപോകാം. 2022 മോഡൽ. അതെ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓക്കെ, താല്പര്യമുണ്ടോ വിളിച്ചോളൂ. ലോൺ ഒരു 15 ലക്ഷം വരെ ലോൺ കിട്ടും. അടുത്തൊരു ഹോണ്ട സിറ്റിയാണ്, KL 9 പാലക്കാട് വണ്ടി. അതെ, പാലക്കാട് രജിസ്ട്രേഷൻ ആണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 70,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ഹോണ്ട സിറ്റി. ഏതാ മോഡൽ? SV ആണ്. SV 2017 മോഡൽ SV. 17 SV. അതെ, ഒരു ഓട്ടോ. പിന്നെ 2017 വരും. 16 മാറിയില്ല. 17 വരുമ്പോൾ ഈ ബമ്പർ, ഗ്രിഡിൽ, ഹെഡ്ലൈറ്റ് എല്ലാം മാറും കേട്ടോ. ഹെഡ്ലൈറ്റിൽ ഇങ്ങനെ ലൈനായിട്ട് വൈറ്റ് ലൈറ്റ് വരും. അത് ബമ്പർ കട്ടിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും, ഡാഷ്ബോർഡിൽ വ്യത്യാസം ഉണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോളിങ് ആൻഡ്രോയിഡ് സെറ്റ് കോസ്റ്റ്ലി അലോവിയിൽ വരുന്നുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ ഒരാൾക്ക് വാങ്ങാൻ പറ്റിയ വണ്ടി 5,75,000 രൂപയ്ക്ക് വാങ്ങാൻ പറ്റിയ 2017 മോഡൽ ഹോണ്ട സിറ്റി പെട്രോൾ ആയിരുന്നാലും ഹോണ്ടന്റെ വണ്ടി 13 to 15 എന്തായാലും മൈലേജ് കിട്ടും കേട്ടോ. പിന്നെ വണ്ടി നല്ല കോസ്റ്റ്ലി അലോയിറ്റ് ഉണ്ട്, നല്ല സീറ്റ് കവർ ഉണ്ട്, ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോളിംഗ് ഉണ്ട്. ഒരു 5 ലക്ഷം വരെ ലോണും കിട്ടും. ഒരു ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ ഹോണ്ട സിറ്റിയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്തൊരു പോളോ ആണ്, KL 71 നിലമ്പൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ കംഫർട്ട് ലൈൻ ആണ്. കംഫർട്ട് ലൈൻ 70,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, സെക്കൻഡ് കീ, സർവീസ് ബുക്ക്, ഇൻഷുറൻസ്, പുതിയത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പെട്രോൾ ആണ്. മേജർ പിന്നെ ആക്സിഡന്റോ ക്ലെയിമോ ഫ്ലഡോ അങ്ങനത്തെ ഒന്നുമില്ല. ബാറ്ററി ഇപ്പോൾ ഓൾറെഡി ഒന്ന് വീക്ക് ആയിരുന്നു, ഞാൻ പുതിയ മാറിയിട്ടുണ്ട്. അത് 5 വർഷം 3 വർഷം റീപ്ലേസ്മെന്റ് പറഞ്ഞിട്ടുള്ള ബാറ്ററി മാറിയത്. പിന്നെ ഒരു 4-4.25 ലക്ഷം വരെ ലോൺ കിട്ടും. ഞങ്ങൾ ചോദിക്കുന്നത് വെറും 4 ലക്ഷം രൂപയാണ്. 2017 വണ്ടി. 17 കംഫർട്ട് ലൈൻ ആണ്, പെട്രോൾ. ഓക്കെ, താല്പര്യമുണ്ടെ വിളിച്ചോളൂ. വേറെ ക്ലെയിം ഒന്നുമില്ല? ഒരു ക്ലെയിമും ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പോളോ ആണ്. ഒരു 11 to 14 മൈലേജ് ഉണ്ട്. അതെ, 1.2 ആണ്. പക്ഷേ 1.0 ആയിട്ട് നല്ല എഞ്ചിനാണ്. പിന്നെ എല്ലാ കൊണ്ടും 1.0 ആയിട്ട് നല്ലത് 1.2 തന്നെയാണ്. 4 ലക്ഷം രൂപ 2017 വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു കുറഞ്ഞ വിലയാണ്. 17 മോഡൽ ഉണ്ടല്ലോ. ഒരു 4.5 വരെ ചിലപ്പോൾ ലോൺ കിട്ടും, മാക്സിമം കിട്ടും. അതെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്തതാ വീണ്ടും സെൽട്ടോസ് തന്നെ, GT ലൈൻ ടോപ്പ് എൻഡ് ആണ്. അതെ, നമ്മൾ കാണിച്ച 2 ബ്ലാക്ക് വണ്ടിയാണ്. ഇത് വൈറ്റ് 2020 GT ലൈൻ 70,000 കിലോമീറ്റർ ഓടി. 70 സർവീസ് 68 ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ ക്ലെയിമും ഇല്ലാത്ത 0 ക്ലെയിം വണ്ടി. ടയറും ഇൻഷുറൻസും എല്ലാ കാര്യങ്ങളും പക്കയാണ്. സെക്കൻഡ് കീ, സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. ഇത് നമ്മൾ ചോദിക്കുന്നതല്ല 15 ലക്ഷം രൂപ. 15 ലക്ഷം 2020 പ്രോപ്പർ സർവീസ് ഉള്ള ഡീസൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 14 കിട്ടും. 14 ലക്ഷം വരെ കിട്ടും. എന്തായാലും കിട്ടും. അതെ, വേറെ ക്ലെയിമോ ഒന്നുമില്ല. ഒരു ക്ലെയിമും ഇല്ല. നല്ല വണ്ടി. ഓക്കെ, അത് ഫാൻസി നമ്പറാണ്. അപ്പോൾ ഇഷ്ടം പോലെ സെൽട്ടോസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, വിളിക്കാം. ഇഷ്ടം പോലെ സെൽട്ടോസ് ഇല്ല, 3 വണ്ടിയേ ഉള്ളൂ. ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇല്ല, 3 ഉള്ളൂ. ഓക്കെ, ആയിക്കോട്ടെ. അടുത്ത വണ്ടിയിലോട്ട്. വീണ്ടും ഒരു വെന്യൂ ആണ്, KL 31 രജിസ്ട്രേഷൻ വാഹനം. ഗ്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ഗ്ലാസ്സിൽ ക്രാക്ക് ഉണ്ട്. ഗ്ലാസ്സിലെ ക്രാക്ക് ആ സൈഡിലായതുകൊണ്ട് മാറാണ്ട വെച്ചാ. ഇത് എപ്പോഴാണ് കൊടുക്കുന്നത് അപ്പം മാറി കൊടുക്കും. കസ്റ്റമർ പറയാണ് മാറി കൊടുക്കാന്ന് പറഞ്ഞാൽ അപ്പം സ്പോട്ട് മാറാം. ഇപ്പം മാറിക്കഴിഞ്ഞാൽ എന്താ ക്ലെയിം എന്ന് ആലോചിച്ച ആൾക്കാർ ടെൻഷൻ അടിക്കുന്നതിൽ അവിടെ വെച്ചെന്നുള്ളൂ. ഗ്ലാസ് ചെറിയ ക്രാക്ക് കഴിഞ്ഞാൽ മുകളിൽ കയറി വന്ന് മുകളിൽ എത്തിയപ്പോൾ അതേപോലെ ഇവിടെ ഒരു കല്ലടിച്ച പാടുണ്ട്. 2 ഒപ്പറുള്ള സംഭവം മാറ്റാണ്ട് വെച്ചാണ്. 2019 മോഡൽ SX ഓപ്ഷനിൽ ഡീസൽ. ഡീസലാണ്, നല്ല മൈലേജ് ഉണ്ടാവും. നല്ല മൈലേജ് 20 കിലോമീറ്റർ എന്തായാലും കിട്ടും. ഓപ്ഷനിൽ കൺഫേം ആയിട്ട് 1500 cc ഡീസൽ എഞ്ചിനാണ്. കൺഫേം ആയിട്ടും കിട്ടും. ഏറ്റവും ടോപ്പിന്റെ വാഹനം. ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 8,90,000 രൂപയാണ്. 2019 SX ഓപ്ഷനിൽ ഡീസൽ 890 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈ ഒരു വെന്യൂ നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ അതെ, ഒരു 8 ലക്ഷം വരെ ലോണും കിട്ടും. പ്രോപ്പർ സർവീസ് ആണ്. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഈ ഗ്ലാസ് പൊട്ടി കിടക്കുന്നത് നമ്മൾ മാറ്റി തരും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. ഇത് നല്ലൊരു വണ്ടിയാണ്. ലോങ് ഒക്കെ ഓടാനുള്ളവർക്ക് അല്ലേ. ഡെയിലി ഫാൻസി നമ്പർ ആട്ടതും ഡെയിലി ഒരു 50 മുതൽ 100 കിലോമീറ്റർ ഓടാൻ 100 കിലോമീറ്റർ ഓടുന്നവർക്ക് സുഖമായിട്ട് എടുക്കാം. അതെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത MG ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പ് MG KL 9 പാലക്കാട് രജിസ്ട്രേഷൻ 007 ജെയിംസ് ബോണ്ടിന്റെ വണ്ടിയാണ്. ജെയിംസ് ബോണ്ട് എങ്ങനെയാ? ഇത് 2023 ഓഗസ്റ്റ് ആണ്. 2023 ഓഗസ്റ്റിലെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. ഇന്ന് പറയുന്ന ലൈവ് വണ്ടി. ഇതിൽ ഏറ്റവും ടോപ്പ് ആൻഡ് സേവി പ്രോ എന്ന് പറഞ്ഞാൽ 31,50,000 രൂപയുടെ വണ്ടിയാണ്. 31 ലക്ഷം ഇപ്പൊ വരുന്നുണ്ട്. 30. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഞാൻ MG ഷാർപ്പ് ഓട്ടോമാറ്റിക്കിന് 29 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഒരാൾ കമന്റ് താഴ്ത്തിട്ട്
24 ലക്ഷം റുപ്യ പുതിയ വണ്ടിക്കുന്നുള്ളത്. ഞാൻ കൊട്ടേഷൻ എടുത്ത് ചിന്റെ കയ്യിലുണ്ട്. പുത്ത അയാൾ വരികയാണെങ്കിൽ പുത്ത കൊട്ടേഷൻ ഉണ്ട്. 29 ലക്ഷം രൂപ വരും. 28,90,000 റുപ്യ വരും ഷാർപ്പ് പ്രോക്ക്. 31,50,000 രൂപ വരും സേബി പ്രോക്ക്. MG കളി തുടങ്ങി കുറച്ച് കാലമായി നമ്മൾ MG 31,50,000 രൂപയുടെ വണ്ടിയാണ് സേബി പ്രോ ആണ്. ഇതിൽ പുതിയ ലേറ്റസ്റ്റ് മോഡൽ അഡാസ് വരുന്ന മോഡലാണ്. അഡാസ് വരുന്ന മോഡലാണ്. ഏറ്റവും ടോപ്പ് ആൻഡ് വെഹിക്കിൾ ബ്ലാക്ക് ആണ്. ഫാൻസി നമ്പർ ആണ്. നമ്മൾ ചോദിക്കുന്ന വില 19 ലക്ഷം രൂപയാണ്. 19 ലക്ഷത്തിന് 31.5 ലക്ഷത്തിന്റെ ഈ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. എത്ര ഓട്ടം പോയത്? 31,000 കിലോമീറ്റർ 30 സർവീസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. 2023 2028 ഓഗസ്റ്റ് വരെ കമ്പനി വാറണ്ടി നിൽക്കുന്ന വണ്ടിയാണ്. വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം നിങ്ങൾക്ക് ഇത്രയും ഒരു വില വ്യത്യാസം വന്നു കഴിഞ്ഞു. അഡാസ് ഫീച്ചേഴ്സ് എല്ലാം. ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്പർ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ 0007 എന്ന് പറഞ്ഞ ടോപ്പ് നമ്പർ, അബ്ബാർ നമ്പർ. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ലേലം പോയത് അറിയാലോ, അത് വിട്. എന്നാൽ ഈ വണ്ടി വെച്ചാൽ അടിപൊളി നമ്പറാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു ബെൻസ് കൊടുത്ത് ബെൻസ് വാങ്ങിക്കുകയാണെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് അതിനകത്ത് പോയിട്ടുണ്ട്. അത്ര ഫീച്ചേഴ്സും ഇരുത്തം ടോപ്പ് ഇരുത്തം അതിനകത്ത്. പിന്നെ 5 സീറ്റർ അല്ല, 7 സീറ്റർ ആണ്. വലിയ ഫാമിലിക്ക് ഉപയോഗിക്കുക 7 സീറ്റർ ആണ്. എക്ടർ പ്ലസ് ആണ്. സോറി ഞാൻ പറയാൻ എക്ടർ പ്ലസിലാണ് സേബി പ്രോ. ഏറ്റവും ടോപ്പ് ആയിട്ട് 7 സീറ്റ് വെഹിക്കിളാണ്. അതെ അതെ. പിന്നെ നമ്മൾ ബാക്കിൽ വരുന്നത് ലക്ഷറി മറ്റേ പുഷ് ബാക്ക് സീറ്റ് അല്ല, മറ്റേ സീറ്റാണ് വരുന്നത്, ബെഞ്ച് സീറ്റാണ് വരുന്നത്. അപ്പോൾ 2, 3 ബാക്കിൽ വേണം 3 ആക്കി ഇരിക്കാം. 3, 6, 8 സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റിയ ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. പിന്നെ ലോണോ ഫുള്ള് ലോണും കിട്ടും. ഒരു പൈസ ഇവിടെ ഉണ്ടാ 500 രൂപ ഇവിടെ ഉണ്ടാ. ആയിക്കോട്ടെ, ഫുൾ ലോണില് ഈ ഒരു സാധനം കൊണ്ടുപോകാം. നല്ല മൈലേജ് ഉണ്ടാവും അല്ലേ? അത്യാവശ്യം. ചോർന്ന് വെച്ചേക്ക് അല്ലേ? അടുത്ത വണ്ടിയിലോട്ട് ഒരു ഹെവി മഴ വന്നു. അങ്ങനെ നമ്മുടെ പോളോ നനഞ്ഞു പോയി. നനച്ചതാ GT ആണ്. നനച്ചാഞ്ഞുണ്ട്. 2018 മോഡൽ പോളോ GT TSI. DSG ഗിയർ ബോക്സ് വരുന്ന, 7 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് പെട്രോൾ. അതെ. ഓട്ടോ എത്ര പോയി? ഓട്ടോ 44,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ക്ലെയിമോ കാര്യമൊന്നുമില്ല? ഒരു ക്ലെയിമും ഇല്ല. എക്സ്ട്രാ കോഡ് 6 ട്യൂൺ ചെയ്തിട്ടുണ്ട്. ചെയ്തില്ല. യാതൊരു റീപ്ലേസും ഇല്ല. വെറും 44,000 കിലോമീറ്റർ ഓടി. റെഡ് കളർ GT ഓട്ടോമാറ്റിക് സൂപ്പർ വണ്ടി. ഇൻഷുറൻസ് അടുത്ത വർഷം 3-ാം മാസം വരെ ഉണ്ട്. ഒരു ക്ലെയിമും ഇല്ല. 8,50,000 രൂപ. 8.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഒരു വാഹനം കൊണ്ടുപോകാം. കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ്. ഇതും KL 2 വണ്ടിയാണ്. അടുത്ത വണ്ടി കൊണ്ടോ. വീണ്ടും MG ഹെക്ടർ തന്നെയാണ്. KL 20 രജിസ്ട്രേഷൻ. ഇവിടുത്തെ ഇപ്പോൾ കണ്ട ഓൾമോസ്റ്റ് വണ്ടികളും ഒരു ഫാൻസി നമ്പർ ടച്ച് ഉണ്ട്. അതെ, അധികം വണ്ടി ഫാൻസി നമ്പർ. ജംഷിയൊക്കെ പണ്ടേ എങ്ങനെയാണ്? ഓട്ടോമാറ്റിക് ഫാൻസി നമ്പർ കിട്ടിപ്പോടാ. നമ്മളൊരു ഫാൻസി ആണല്ലോ, കിട്ടിപ്പോടാ. ഇത് 2020 മോഡൽ, 2020 ഒക്ടോബർ. പിന്നെ ഡീസലാണ്. MG ഹെക്ടർ ഡീസലാണ്. 71,000 കിലോമീറ്റർ ഓടി. സ്മാർട്ട് ആണ്. സ്മാർട്ട് ടോപ്പിന്റെ ടോപ്പിന്റെ നേരെ താഴെയുള്ള വണ്ടി സ്മാർട്ട് ആണ്. 71,000 കിലോമീറ്റർ ഓടി. ഈ വരുന്ന ഒക്ടോബർ വരെ ഫുൾ കാർ ഇൻഷുറൻസ്. 12 ലക്ഷം രൂപ ID വാല്യൂ ഉണ്ട്. യാതൊരുവിധ റീപ്ലേസും ഇല്ല. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന 11,75,000 രൂപ. 11.25 ലക്ഷത്തിന് ഡീസൽ സ്മാർട്ട്. ടോപ്പിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന മാനുവൽ വണ്ടിയാണ്. മൈലേജ് കിട്ടും അത്യാവശ്യം. ഒരു മൈലേജ് പിന്നെ എന്തായാലും 15 കൺഫേം ആയിട്ട് കിട്ടും. 15, 14 to 15. ഇതിൽ കാണിക്കുന്ന 15.7 ആണ്. 14 to 15 എന്തായാലും കിട്ടും. ലോൺ എത്ര കയറില്ല? ലോൺ നമുക്ക് ഒരു 11 ലക്ഷം വരെ ലോൺ ഇട്ട് കൊടുക്കാം. 11 ലക്ഷം വരെ കിട്ടുന്നുണ്ട്. അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇത്രയും വലിയൊരു വണ്ടി ഉണ്ട്. നല്ല വണ്ടിയാണ്. നല്ല മെക്കാനിക് ആണ്. ഒരുപാട് കിലോമീറ്റർ ഓടിയിട്ടില്ല. വെറും 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുള്ള് പ്രോപ്പർ കമ്പനി സർവീസ് പോയിട്ടുണ്ട്. ഡീസലാണ്. 2025 ഒക്ടോബർ വരെ ഓൾറെഡി വാറണ്ടി നിലനിൽക്കുന്നുണ്ട്. ഈ വർഷം ഒക്ടോബർ മാസം വരെ. അടുത്ത വണ്ടിയിലുള്ളൂ. ഇത്ര നേരം ഹെവി സാധനങ്ങളാണ് കണ്ടത്. ഇനി ചെറുതായി വരാം. ചെറിയൊരു 7 സീറ്റർ അല്ല. ചെറിയ ആൾക്കാരും വീഡിയോ വേണല്ലോ, ചെറിയ വണ്ടി വേണല്ലോ. ഇത് 2018 മോഡല് ഗോ പ്ലസ് എന്ന് പറയുമ്പോൾ 7 സീറ്റാ വരിക. 7 സീറ്റ് വരുമ്പോൾ 5 നല്ല കംഫർട്ട് ആയിട്ട് ഇരിക്കുക. ബാക്കിൽ 2 ചെറിയ കുട്ടികളെ ഒരു 15 വയസ്സുള്ള മക്കൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ 1.2 ആണ്. KL 11 രജിസ്ട്രേഷൻ. KL 11 സിംഗിൾ ഓണർഷിപ്പ്. 33,000 കിലോമീറ്റർ ഓടിയ ഗോ പ്ലസ്. 2018 മോഡൽ ഗോ പ്ലസ് ആണ്. നമ്മൾ ചോദിക്കുന്ന വില 2,60,000 രൂപയാണ്. 2,60,000 ഒരു 7 സീറ്റർ അല്ലേ? സർവീസ് ബുക്ക് എല്ലാം ഉള്ള വണ്ടിയാണ്. ഒറ്റാൾ ഉപയോഗിച്ച വണ്ടിയാണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോൺ ഫുള്ള് കയറും. ലോൺ ഫുള്ള് കയറും. ഫുൾ ലോണും കിട്ടുന്ന ഒരു അടിപൊളി 7 സീറ്റർ ആണ്. താല്പര്യമുണ്ട് പെട്ടെന്ന് വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത വാഹനം റെഡ്സ് ആണ്. KL 12 വയനാട് അല്ലേ? എങ്ങനെയാണ്? 2014 ZDA ആണ്. ഡീസലിന്റെ ടോപ്പിന്റെ സ്റ്റാരിംഗ് കൺട്രോൾ കമ്പനി സെറ്റ് എല്ലാം വരുന്ന ബാക്ക് വൈപ്പ് എല്ലാം വരുന്ന മോഡലാണ്. 2014 ZDA സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 1,50,000 കിലോമീറ്റർ ഓടിയാണ്. 1.5 ലക്ഷം ഓടി. കമ്പനി സർവീസ് ആണ്. ഫുള്ള് കമ്പനി സർവീസ് ആണ്. നമ്മൾ ചോദിക്കുന്ന വില 3,60,000 രൂപ. 3,60,000 2014 ZDA നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ല മൈലേജ് ഉണ്ടോ? 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഒരു പെർഫോമൻസ് വൈസ് അടിപൊളി ഒരു വണ്ടിയാണ്. ലോണും കിട്ടും അത്യാവശ്യം. എത്ര കിട്ടും? ഒരു 2.5-2.25 ലോണും കിട്ടും.
വേറെ ഒന്നുമില്ല, മേജർ ക്ലെയിം ആക്സിഡന്റ് ഒന്നുമില്ല, നല്ല ഓക്കെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ താല്പര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത വണ്ടിയിലോട്ട് ഹോണ്ട ജാസ് ആണ് അടുത്തത്. KL 63 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാ ജോഷി? 2015 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, വി ആണ്. വി 15 വി ഫുൾ അല്ലേ? 15 വി ഫുൾ ആണ്, പിന്നാണ് VX വരുന്നത്. വി ഫുൾ ഓപ്ഷൻ വണ്ടി, 72,000 കിലോമീറ്ററോട് പെട്രോൾ, യാതൊരു റീപ്ലേസ് ഇല്ലാത്ത മാനുവൽ പെട്രോൾ ഫുൾ ഓപ്ഷൻ. 2015 ജാസ് ആണ്, മാനുവൽ. മൈലേജ് ഒരു 12 to 16, 13 to 15 കിട്ടും. 13 to 15 മൈലേജ് കിട്ടും. 1.2 എഞ്ചിനാണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? യാതൊരു ക്ലെയിമോ റീപ്ലേസോ ഒന്നുമില്ല. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 4,15,000 രൂപ. 4,15 വി ഓപ്ഷൻ 2015 ജാസ് നിങ്ങൾക്ക് കൊണ്ടുപോകും. പെട്രോൾ വണ്ടി. ലോൺ ഒരു 3.5 ലക്ഷം വരെ ലോൺ കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കി കൊണ്ടുപോകാൻ ചെയ്യാം. ലോ മെയിൻ്റെനൻസ് വണ്ടിയാണ്. ലോ മെയിൻ്റെനൻസ് ഇല്ലാന്ന് പറയാം. സാധാരണ സർവീസ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ചെറിയ ബഡ്ജറ്റിൽ ഒരു ഫാമിലിക്ക് വാങ്ങാൻ പറ്റിയ വണ്ടിയാണ്. തീർച്ചയായും നല്ല ഡ്രൈവിംഗ് കംഫർട്ട്. അടുത്ത വണ്ടിയിലോട്ട് പോകും. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം 21ാമത്തെ വണ്ടിയാണ് ഇന്നത്തെ. അതെ, KL 65 കാണിച്ചു. നമ്മൾ വണ്ടി കാണിച്ചു പോയില്ല, എന്താ വെച്ചാൽ വണ്ടി ഇനിയും കാണിക്കാണ്ട്. ഈ സമ്മതിക്കായിട്ടാണ് കാണിക്കാത്തത്. 2019 ഡിസംബർ ടാറ്റ ടിയാഗോ ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ, Axis ZA+ ആണ്. ഓക്കെ, 34,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന വെറും 5 ലക്ഷം രൂപ മാത്രമാണ്. ഓട്ടോമാറ്റിക് ടിയാഗോ 2019 ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനം. ഓക്കെ, ഫുൾ ഓൺ കയറോ? തോക്കാണോ? ഓക്കെ, ഇമ്മാതിരി സാധനങ്ങളാ പോലെ ജീവൻ തിരിച്ചു കിട്ടുന്നതിന്റെ ഭാഗ്യം. ബൈക്കെട്ട് പോകാൻ പേടി, ബൈക്കെട്ട് പോകാൻ. അതാ, അപ്പോൾ ഫുൾ ഓൺ കയറുമില്ലേ? ഇത് 2019 വണ്ടിക്ക് ഒരു 4.5 ലക്ഷം വരെ ലോൺ റെഡിയാക്കി കൊടുക്കാം. ഒരു 50,000 റുപ്യ ഇറക്കാൻ പറ്റും. ഏറ്റവും ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് ആട്ടോ. ഓട്ടോമാറ്റിക് മീൻസ് ഇതിന് AMT ആണ് വരെ, അറിയാലോ. ഓട്ടോമാറ്റിക് അത്ര ഒരു കുഴപ്പമില്ലാത്തൊരു ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഉണ്ടാവും, മൈലേജും ഉണ്ടാവും. ഒരു 17 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. തന്നെയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ആ പാട് മാറി, നമ്പർ ബോർഡ് മാറണം, ഒരു വൃത്തിക്കുറവുണ്ട്, വേറെ എല്ലാം ഓക്കെയാണ്. ഞാൻ മാറി കൊടുക്കും, ഒന്നുമില്ല, നല്ല വണ്ടി. അപ്പൊ ഇനി നമ്മളെ ഫസ്റ്റ് പറഞ്ഞ സർപ്രൈസ് വീഡിയോ അവിടെ ഇരുന്ന് പറയാം. പറഞ്ഞോ, പ്രൈസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു സമ്മാനം കൊടുക്കുന്നത് എന്താ വെച്ചാല്, മെഞ്ഞാന്ന് ഞാൻ ഫറൂഖിന്ന് വരുന്ന സമയത്ത് 4 ദിവസം മുന്നേ ഫറൂഖ് പുതിയ പാലം കഴിഞ്ഞ പാടന്നെ ആ കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോ ഒരു ഫാമിലി, ഒരു ബാപ്പ, ഉമ്മ, 2 മക്കള്, 2 or 3 മക്കളുണ്ട് കേട്ടോ. 2 മക്കൾ കൺഫേം. അതിന് അവിടുന്ന് വരുമ്പോ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന്റെ പേര് CVR ബസ് വരുന്നുണ്ട്. അവിടുന്ന് ഇവര് സൈഡിലേക്കാണ് വരുന്നത്. ബസ്സിന്റെ വീലിനകത്ത് കൊടുങ്ങാണ്. വീലിനകത്ത് കൊടുക്കുന്നത് ഈ റിസ്ക് എടുത്ത് ചെറിയ മക്കൾ, ഒരു കുട്ടിക്ക് 8 വയസ്സുള്ളൂ, ഒരു കുട്ടിക്ക് 5 വയസ്സുള്ളത്. ഇവര് 4 ആൾക്കാർ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്, റിലീസ് ആയിട്ടില്ല. അപ്പൊ ഈ 4 മക്കള് 3 മക്കളൊക്കെ വെച്ച് ബൈക്കിൽ പോകുന്ന സമയത്ത് പിന്നെ എല്ലാവരും കാറ് വാങ്ങാൻ കഴിയുന്നോളൊന്നുമില്ലല്ലോ. ജംഷീറെ കാറ് വാങ്ങി തന്നാൾ വരും. അപ്പൊ എല്ലാവരും കാറ് വാങ്ങിക്കാൻ സാമ്പത്തികമായിട്ടുള്ള ഉണ്ടാവില്ല, ബുദ്ധിമുട്ടിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. അപ്പൊ എന്തൊക്കെ തന്നെയായാലും ഈ മക്കളെ വെച്ചിട്ടുള്ള ഈ സർക്കസുള്ള യാത്രയില്ലേ, ഈ 3 മക്കൾ മുന്നിലും ഒരു കുട്ടി നടക്കും, അത് നിർത്തുക. എന്നോട് ഞാൻ വെറുപ്പ് വിചാരിക്കണ്ട, ഞാൻ നല്ലതിന് വേണ്ടി പറയാം. നമ്മൾ ചെറിയ ലാഭം നോക്കിയിട്ട് ചില ബസ് കയറി പിടിച്ച് പോകാൻ മടികൊണ്ടായിരിക്കും ഈ 3 മക്കളൊക്കെ ബൈക്കിൽ പോകുന്നുണ്ടാവുക. അത് ഹെവി റിസ്ക്കാ. നിങ്ങൾ മരിക്കണേ മരിച്ചോളി, ആ കുട്ടികളെ കൂടി കൊല്ലണ്ടല്ലോ. നിങ്ങൾ മരിക്കാൻ മരിച്ചോളി. ഈ വളർന്ന മക്കളെ പല പല ആഗ്രഹങ്ങൾ വെച്ച് അടുത്ത അബ്ദുൽ കലാമൊക്കെ ആയിരിക്കും മക്കള്, ഓരെ കൊന്നിട്ട് കാര്യമുണ്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു സമ്മാനം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ ഇൻഷാ അല്ലാഹ് എന്നാ ഇറങ്ങണം എനിക്കറിയില്ല, നാളെ ആണെങ്കിൽ ഈ വീഡിയോ ഇറങ്ങി ആദ്യത്തെ 24 മണിക്കൂർ, ഈ വീഡിയോ ഇറങ്ങി ആദ്യത്തെ 24 മണിക്കൂറിൽ 4 മക്കളുള്ള ഫാമിലി, 4 മക്കൾ വേണം കേട്ടോ. 4 വേണം, 3 പോരാ. 4 മക്കളുള്ള ഫാമിലി, കാറില്ലാത്ത ആൾക്കാർ, കാർ ഉപയോഗിക്കാത്ത ആളുകൾ, ആദ്യം കാണിക്കുന്ന 4 മക്കൾ സ്നേഹിത കമന്റിൽ 4 മക്കൾ സ്നേഹിച്ചിട്ട് ഒരു കൈ പൊന്തിച്ച് കാണിക്കുക. ഓക്കെ, അത് ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ലോ. എന്റെ പേജ് ലൈക്ക് ചെയ്യേണ്ട, കമന്റ് ചെയ്യണമെന്നും ഞാൻ പറയില്ല, എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണമെന്നും ഞാൻ പറയില്ല. 4 മക്കൾസ് പറഞ്ഞിട്ട് ഒരു കൈ മുകളിലേക്ക് ആക്കി വിടുക. അതിൽ ആദ്യം വിടുന്ന 20 ആൾക്കാരിൽ ജിതിനെ തന്നെ പിടിച്ചിട്ട് ലൈവായിട്ട് നറുക്കെടുപ്പ്. ആ 20 ആൾക്കാർക്ക് ഇപ്പറഞ്ഞ കണ്ടീഷൻ വേണം. ഈ കണ്ടീഷൻ 4 മക്കൾ വേണം. കാറില്ലാത്തവരായിരിക്കണം. കൊടുത്തിട്ട് കാര്യമില്ല, ഇല്ലാത്തവർക്ക് കൊടുക്കണ്ട്. അത് എന്തെങ്കിലും കാറിൽ കൊടുക്കുക. നല്ലൊരു കണ്ടീഷനുള്ള നല്ലൊരു ഓൾട്ടോ, നല്ല ഓൾട്ടോ. 2005 2006 ചണ്ടക്കോളാമ്പൊന്നുമല്ല, നല്ല ജീവനുള്ള നല്ലൊരു ഓൾട്ടോ, നല്ലൊരു വണ്ടി. തട്ട് മുട്ട് റീപ്ലേസ് ചെയ്യാൻ നല്ലൊരു എല്ലാ കണ്ടീഷനിലും നല്ല വണ്ടി, AC പവർ സ്റ്റാറിംഗ് എല്ലാം വർക്കിംഗ് ഉള്ള നല്ലൊരു വണ്ടി കൊടുക്കും. ഓക്കെ, ഈ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ടല്ലോ. 4 മക്കള് കൈ പൊന്തിച്ച് കാണിക്കുക. ആദ്യം കാണിക്കുന്ന 20 പേർക്ക് കേട്ടോ. 24 മണിക്കൂറിനുള്ളിൽ ആദ്യം കാണിക്കുന്ന 20 പേരെ ഞാനും സെലക്ട് ചെയ്യും, ജിതിൻ സെലക്ട് ചെയ്യും. ജിതിൻ അറിയാലോ, കമന്റ് ചെയ്ത് 20 പേരിൽ ഒരാൾക്ക്, 20 പേരിൽ ഒരാൾക്ക് മാത്രം. എല്ലാവർക്കും കൂടെ കൊടുക്കാനുള്ള സാമ്പത്തികം ഇല്ല. ഞാനും
പാവപ്പെട്ട ഒരു മനുഷ്യൻ. അപ്പോൾ ആ 20 ഒരാൾക്ക് ഒരു കാറ്, ഒരു ഓൾട്ടോ കാറാണ് കൊടുക്കുന്നത്. ആ ജിതിൻ മുഖാന്തരം ലൈവായിട്ട് തന്നെ കൊടുക്കും ചെയ്യും. വീഡിയോ ഇറങ്ങണത് നാളെ ആണെങ്കിൽ ആ 20 ആൾക്കാർ നറുക്കെടുക്കും അതേ ആഴ്ച തന്നെ. ഈ നാളെ എന്ന് പറഞ്ഞാൽ ഇൻഷാല്ല വ്യാഴാഴ്ച അല്ലേ, വ്യാഴാഴ്ച അടുത്ത വ്യാഴാഴ്ച നമ്മൾ നറുക്കെടുക്കും. ഈ വ്യാഴാഴ്ച വീഡിയോ ഇറങ്ങിയാൽ അടുത്ത വ്യാഴാഴ്ച ലൈവ് നറുക്ക് ജിതിൻ ഷൂട്ട് ചെയ്യണം, അത് കാണിക്കണം. ഓക്കെ, അതാണ് നമ്മളെ ഗിഫ്റ്റ്. ഗിഫ്റ്റ് അല്ല, നമ്മള് ഒരു ചെറിയൊരു ഐഡിയാസ് നമ്മൾ ഉണ്ടാക്കിയ ഗിഫ്റ്റ് ആണ്. നമ്മുടെ പേജ് ഫോളോ ചെയ്യാനോ നമ്മളിലേക്ക് ഒന്നും പറഞ്ഞില്ല, ഒരു നന്മ കരുതിയിട്ട് കൊടുക്കുന്ന ഒരു ഫാമിലിക്ക്. ഈ 4 മക്കൾ 5 മക്കളുടെ ബൈക്കിന് പോകണം വിഷമമായിട്ട് നമ്മൾ ചെയ്യാണ്. എവിടെയും കുതിരട്ട് വീണ എന്തൊക്കെ പറ്റുക ഇതിനെ, പ്രത്യേകിച്ച് മഴക്കാലം ശ്രദ്ധിക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും ഒരേ സാമ്പത്തിക സ്ഥിതിയല്ല. അപ്പൊ എന്താണ് ഓക്കെ അല്ലേ? അപ്പൊ ആൾക്കാർ ലൈക്ക് ചെയ്യുക, കൈവക്കി കാണിക്കുക കമന്റ്സിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് കാണിച്ച സ്റ്റോക്ക് മാത്രമല്ല, ഇവിടെ വേറെ ഒരുപാട് വാഹനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇതാ ഈ സൈഡിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. താങ്ക് യു. താങ്ക് യു.